എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. നെമ്മിന്റെ തലയും മുള്ളും എല്ലാം കൂടി ഇട്ടൊരു അവിയൽ ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നെമ്മിന്റെ തലയും മുള്ളും എല്ലാം കൂടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ വാലിന്റെ ഭാഗത്തുള്ള കുറച്ച് മീനും ഉണ്ട്. തലയെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഏകദേശം 1/2 കിലോയോളം കാണും. അപ്പം ഇതിനുള്ള അരപ്പാണ് തയ്യാറാക്കുന്നത്. പിന്നെ നമുക്ക് മിക്സിയുടെ വലിയ ജാർ എടുക്കാം. അതിലേക്ക് ഏകദേശം ഒരു 1-1.5 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് സാധാ മുളകും കാശ്മീരി മുളകും കൂടി ചേർത്ത് പൊടിച്ചതാണ്. അപ്പോൾ എരിവിനനുസരിച്ച് മുളക് കൂടി ചേർത്ത് കൊടുത്തോളൂ. പിന്നീട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ഒരുപാട് അരയാതെ നമ്മൾ അവിയലിനൊക്കെ അരച്ചെടുക്കുന്ന പോലെ ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി കറി വെക്കുന്ന ചട്ടിയിലേക്ക് നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അവിയലായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് 3-4 ഉണ്ടമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ പുളിക്ക് വേണ്ടി ഇവിടെ ഞാൻ 2 കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മുരിങ്ങയ്ക്ക ഉണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പുളിക്ക് വേണ്ടി ഇതിലേക്ക് പച്ചമാങ്ങ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഒന്ന് അടച്ചു വെച്ച് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് മീനിൻ്റെ തലയും മുള്ളും മീനും എല്ലാം കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് വെള്ളം കുറച്ച് ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ തലയും മുള്ളും എല്ലാം കൂടി ഇടുമ്പോൾ ഇത് മുകളിലായിട്ടിരിക്കും. അപ്പം തിളയ്ക്കുമ്പോൾ തന്നെ ഇതങ്ങ് താന്നു പൊക്കോളും. അപ്പം ഇട്ട് കൊടുത്തതിന് ശേഷം സ്പൂൺ വെച്ച് ഇതേപോലെ ഇനി മൂടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതായത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു സ്പൂൺ എടുത്ത് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുള്ളും തലയൊക്കെ ആയതുകൊണ്ട് തന്നെ സ്പൂൺ വെച്ച് ഇങ്ങനെ ഇളക്കിയാൽ കലങ്ങിയൊന്നും പോകത്തില്ല. അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വയ്ക്കാം. ഈ അടച്ചു വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി കൊടുക്കാം. ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തുറന്ന് നോക്കുമ്പോഴേക്കും നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിരിപ്പുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഓഫ് ചെയ്യാം. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ചൊന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിനുവേണ്ടി പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുകിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചിയുടെയും ചെറിയ ഉള്ളിയുടെയൊക്കെ മണം കൊണ്ട് തന്നെ കറിക്ക് നല്ലൊരു ടേസ്റ്റുമാണ്, മണവുമാണ്. അപ്പോൾ സൂപ്പർ ടേസ്റ്റിലുള്ള ഈ തല അവിയൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.